കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരാളുടെ അടുത്ത് ചോദിച്ച്, എടാ എങ്ങനെയാണ് ഈ തടി കുറക്കുക, നിനക്കൊക്കെ നല്ല തടി ഉണ്ടായിരുന്നാണല്ലോ, നീ എങ്ങനെ കുറച്ച്, അങ്ങനെ ഒരു സംഭവം എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഇപ്പോഴൊന്നുമല്ല കേട്ടോ, കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ വേണ്ടി കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പറയാനായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു തന്നെ പറയണം. കാരണം അതിന് പ്രോപ്പറായിട്ടൊരു ഉത്തരം എങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളൊരു സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു, പഠിച്ചു. അപ്പോൾ ഇത് കുറേ പേർക്കുള്ള സംശയമായിരിക്കും നമുക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു അറിവ് ഗെയിൻ ചെയ്തെടുത്തല്ലോ, അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് ജസ്റ്റ് പറഞ്ഞു തരാം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അദ്നാൻ ഹിറാൻ. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത ഉണ്ട്. എവിടെ വെച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, ഒന്നില്ലെങ്കിൽ ആ ഭാഗം ബാക്ക് അടിച്ച് കാണാം, അല്ലെങ്കിൽ വീഡിയോ കാണാതിരിക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ തടി വെക്കണതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്ക് പഠിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ തടി കുറക്കാമെന്ന് പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ തടി കൂട്ടാമെന്ന് പഠിക്കാം. മനസ്സിലായില്ലേ? ഫസ്റ്റ് തന്നെ തടി വെക്കണതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയാം. ആദ്യം തന്നെ ഇതിനകത്ത് നമ്മൾ മെയിൻലി പഠിക്കേണ്ട ഒരു സംഭവമാണ് മെയിൻ്റനൻസ് കാലറി. ഇത് കേട്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്താണെന്ന്. നമ്മൾക്ക് ഒരു ദിവസം വേണ്ട എനർജി ആണ് മെയിൻ്റനൻസ് കാലറി. മനസ്സിലായില്ലല്ലോ? ക്ലിയർ ആക്കി തരാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരാഴ്ച നിങ്ങൾക്ക് വെയിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് 60 kg അല്ലെങ്കിൽ 65 kg ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരാഴ്ച സാധാരണ പോലെ തന്നെ ഭക്ഷണം കഴിച്ചു, നിങ്ങൾക്ക് വെയിറ്റ് കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതായത് നിങ്ങൾക്ക് 65 kg തന്നെയാണ് ആ വീക്കെൻഡിലും വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് മെയിൻ്റനൻസ് കാലറി. ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഒരു 2500 കാലറി അല്ലെങ്കിൽ 2000 കാലറിയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ അതാണ് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറി. അതായത് നമുക്ക് ഒരു ദിവസം ശരീരം പ്രവർത്തിക്കാൻ ആവശ്യമായ എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക, മെയിൻ്റനൻസ് കാലറി എന്ന് പറയുക. തടി വെക്കണത് എങ്ങനെയാണ്, നമ്മൾ ഈ മെയിൻ്റനൻസ് കാലറിനെക്കാട്ടിലും കുറച്ചും കൂടെ അധികം ഫുഡ് കഴിക്കുമ്പോൾ ആണ് ഈ മെയിൻ്റനൻസ് കാലറി ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി കുറച്ച് കാലറി ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളുടെ ശരീരത്തിൽ സ്റ്റോർ ആവണതാണ്, ഫാറ്റായിട്ടാണ് സ്റ്റോർ ആവണത്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് വീട്ടിൽ കുറച്ച് കറി ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ഈ കറിയിൽ കുറച്ച് കറികൾ ബാലൻസ് വന്നു അവിടെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച്. മനസ്സിലായോ? ഇത് ഇപ്പോൾ കുറേ കാലം ഫ്രിഡ്ജിൽ 1 വർഷം 2 വർഷമൊക്കെ സാമ്പാർ ഇരിക്കണ പോലെ തന്നെ അവിടെ തന്നെ ഇരിക്കണ പോലെ തന്നെയാണ് നമ്മളുടെ തടിയും അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഇത് ഒന്നില്ലെങ്കിൽ നമ്മളെടുത്ത് കളയണം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം, അല്ലേ? അത് ഈ സെയിം കോമൺ സെൻസ് തന്നെയാണ് നമ്മളുടെ തടി കുറക്കാനായിട്ടും കൂട്ടാനായിട്ടും ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നാമത്തത് കുറയ്ക്കാനായിട്ടുള്ള സംഭവമല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഫുഡ് കുറച്ചുകൂടെ കുറച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2500 കാലറിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മളൊരു 2300 കാലറി ആണ് കഴിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കിയുള്ള 200 കാലറി എവിടെ നിന്ന് എടുത്ത് നമ്മുടെ ശരീരം പ്രവർത്തിക്കും, എനർജി? ഈ 200 കാലറി എനർജി എവിടെ നിന്ന് എടുക്കും? നമ്മളുടെ ശരീരത്തിൽ സ്റ്റോർ ആയിരിക്കുന്ന ഫാറ്റിൽ നിന്നാണ് ഈ ഒരു എനർജി എടുക്കുക. മനസ്സിലായില്ലേ? പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് എങ്ങനെ തടി കുറയ്ക്കാനായിട്ട് വരും? 200 കാലറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള കാലറിയാണ്. ഇതൊന്നും നമുക്ക് പോരാ. നമ്മൾക്ക് ഒരു 2000 കാലറി മതി എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300 കാലറിയോ 200 കാലറിയോ നമ്മൾ എന്ത് ചെയ്യുക, എക്സസൈസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് കാർഡിയോ എക്സസൈസ്, റെസിസ്റ്റൻസ് എക്സസൈസ്, അതായത് പുഷപ്സ്, പുള്ളപ്സ്, വെയിറ്റ് ട്രെയിനിങ്, ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടി കുറക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? പിന്നെ അടുത്തതെന്നുണ്ടെങ്കിൽ തടി എങ്ങനെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. എങ്ങനെ പറ്റും അറിയുമോ ആരെങ്കിലും? ഞാൻ ഈ പറഞ്ഞതിൻ്റെ തന്നെ നേരെ ഉൾട്ടാക്കിയാൽ മതി. അതായത് ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നിങ്ങൾ എക്സസൈസ് ചെയ്യാതിരിക്കണം എന്നല്ല ഞാൻ പറയണത്. നിങ്ങളിപ്പോൾ 2500 കാലറിയാണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളൊരു 2500 കാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറയുമെങ്കിൽ ഹൈ കാലറി ലോ ഡെൻസിറ്റി ഫുഡുകളുണ്ട്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീസണബിളായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് എന്തെന്ന്, കപ്പലണ്ടിയില്ല, നട്ട്സ്, ഗ്രൗണ്ട് നട്ട്, കടല, കപ്പലണ്ടി, ഈ സംഭവങ്ങളൊക്കെ. ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ കാലറി ഉണ്ട്, ലോ ഡെൻസിറ്റി ഉള്ളൂ. 100 ഗ്രാം ഇപ്പോൾ പീനട്ട് ബട്ടർ, ഇതിനൊക്കെ ഒരു എക്സാമ്പിളായിട്ട്, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള നമ്മൾ എടുത്ത് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലുണ്ട്, ഷുഗർ ഉണ്ട്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ
ഒരുപാട് തടിയുള്ള ആൾ നമുക്ക് കുറേ കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്കും പറ്റിയ ഫുഡ് ആണ് വാട്ടർ മെലൺ, പിന്നെ എന്താ പറയാൻ പറ്റുക, കുക്കുംബർ. ഇതൊക്കെ ലോ കാലറി ഹൈ ഡെൻസിറ്റി ഫുഡുകളാണ്. മനസ്സിലായില്ലേ? ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ആ കാര്യത്തിൽ വല്ല ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോ കാലറി ഹൈ ഡെൻസിറ്റി ഫുഡുകളുടെ, അതായത് തടി കുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ ഫുഡിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തടി മാക്സിമം കുറക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം, ചോറ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് എന്ത് ചെയ്യുക, ഈ സംഭവങ്ങൾ കഴിക്കാം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തടി കൂട്ടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടൊരു സംഭവമാണ് എന്തെന്ന്, ഹൈ കാലറി ലോ ഡെൻസിറ്റി ഫുഡുകൾ. അതിന് പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് ഈ കാണുന്നത്. മേ ബി ഇതിന് ഓപ്ഷൻസ് കുറവായിരിക്കും. ഇതിനൊപ്പം തന്നെ പ്രോട്ടീൻ ഇൻടേക്കും ആവശ്യത്തിന് എടുക്കണം. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ വല്ല ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴത്ത് കമൻ്റായിട്ട് ചോദിക്കുക. പിന്നെ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് താല്പര്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുക. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ചെറിയൊരു ലൈക്ക് ഇടാം. പിന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഡൗട്ടുകൾ താഴത്ത് കമൻ്റായിട്ട് ചോദിക്കുക. ഞാനതിന് റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും. കാരണം ആകെ 5 പേരിന് കാണുന്നത്, അതിൻ്റെ 1-2 പേര് കമൻ്റ് ഇട്ടുള്ളൂ. ആ 2 കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് സമയത്തിന് ഒരു കുറവുമില്ല. എനിക്ക് എപ്പോഴാണെങ്കിലും കമൻറ്റിന് റിപ്ലൈ കൊടുക്കാം. സോ അങ്ങനെ ചോദിക്കുക. നമുക്കെന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അദ്നാൻ. ബൈ ഓൾ.